വലിയ രീതിയിലുള്ള തീർത്ഥാടകരാണ് ഇപ്പോൾ ഈ ഹാളിനുള്ളിൽ പ്രവേശിക്കുന്നത്. ഏതായാലും ഈ ആഗോള അയ്യപ്പ സംഗമം വലിയ രീതിയിൽ തന്നെ വലിയ ആഘോഷത്തോടു കൂടി തന്നെ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ. കാരണം സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും നിരവധി പ്രതിനിധികൾ എത്തിക്കൊണ്ടുവന്ന് ആദ്യം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഹാളിലേക്ക് ഓരോരുത്തരായി കടന്നു വരികയാണ്. എന്തായാലും ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സർക്കാരെ സംബന്ധിച്ച് വലിയ ഒരു ഈ നിലവിലത്തെ സാഹചര്യത്തിൽ വേറെ ഒട്ടനവധി വിമർശനങ്ങളും പ്രതിസന്ധികളും ഉണ്ടായെങ്കിൽ പോലും നിലവിൽ ഇത് കൃത്യമായി വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്നലെ മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അതായത് സംസ്ഥാനത്തും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള വിദേശികളും സ്വദേശികളും അടക്കമുള്ള പ്രതിനിധികൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ഇത്തിരി വേദിയും എല്ലാം അതിന് തയ്യാറായിരിക്കുന്നു. ഓരോരുത്തരും രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഹാളിനുള്ളിൽ കടക്കുകയാണ്. കടന്ന് അവരുടെ ഓരോ സ്ഥലങ്ങളിലുള്ള കൃത്യമായ ഇരിപ്പിടങ്ങൾ കണ്ടുപിടിച്ച് ആ ഇരിപ്പിടങ്ങളിലേക്ക് ഇരുന്ന് ഈ അയ്യപ്പ സംഗമം പങ്കെടുക്കാനാണ് എത്തിക്കുന്നത്. എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ അയ്യപ്പ സംഗമം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. അതേസമയം ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായി തീർത്ഥാടകരുടെ ഒരു പ്രവാഹം സന്നിധാനത്തേക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ തീർത്ഥാടകർ ശബരിമലയ്ക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടി വരും. അത് അനിയന്ത്രിതമായി അതായത് ഒരു അപ്രഖ്യാപിത ഒരു നിയന്ത്രണമുണ്ടോ എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതേസമയം നിലവിലുള്ള തീർത്ഥാടകർക്ക് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കണം. അതിന്റെ ഒരു ഭാഗമായുള്ള നിയന്ത്രണമാണോ എന്ന കാര്യം അറിയില്ല. എന്തായാലും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഹിന്ദു സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ തന്നെ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ദേവസ്വം ബോർഡിന്റെ ക്രമീകരണങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഉള്ളത്. നിലവിൽ പല രീതിയിലുള്ള ആളുകൾ അതായത് ഈ വിദേശത്തും സ്വദേശത്തും അടക്കമുള്ള തീർത്ഥാടകർ അയ്യപ്പ സംഗമത്തിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിക്കും. 10 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി വേദിയിലെത്തും. അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമായിരിക്കും പിന്നീട് ചർച്ചകൾ നടക്കുക. എന്തായാലും ഈ മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള വിഷയമാണ് പ്രധാനമായും 3 വേദികളിലായി ചർച്ച നടക്കുന്നത്. അത്തരം കാര്യങ്ങൾ എന്തായാലും ഒരു ചർച്ചയുണ്ടാവും. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി തീരുമാനമുണ്ടാവുക. ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു, ബോംബെയിൽ നിന്ന്. എന്റെ പേര് സുജിമോൻ നായർ. അയ്യപ്പ സംഗമത്തിന് വേണ്ടി വന്നതാണ്. മഹാരാഷ്ട്രയിലെ അയ്യപ്പ സംഗമത്തിനുമായി ബന്ധപ്പെട്ട ഇതിന്റെമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളുണ്ട്. അതെ, ഒരുപാട് സംഘടനകളുണ്ട്. അപ്പൊ ഞാനിപ്പോ കളമ്പോലി ശ്രീ അയ്യപ്പ സേവാ സമാജം അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. മഹാരാഷ്ട്ര കളമ്പോലിയിൽ ന്യൂ പൻവേല് അറിയാമല്ലോ, അവിടെയാണ്. എങ്ങനെ തോന്നുന്നു ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ? ക്രമീകരണങ്ങള് കുറച്ചും കൂടി മെച്ചപ്പെടണം, അതാണ് പറയാനുള്ളത്. അവിടുന്ന് കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്? ഇല്ല, ഞങ്ങള് സീസണിലാണ് അധികം വരാറുള്ളത്. നമ്മൾ മണ്ഡലമാസ സമയത്താണ് വരാറുള്ളത്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ചുരുങ്ങിയ ഒരു 100 ആൾക്കാർ എല്ലാ വർഷവും വരാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞപ്പോ 4 വർഷമായിട്ട് ഇവിടെ അറിയാലോ 18 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ട ഗതികേടായിരുന്നു. അപ്പൊ ഞങ്ങള് ട്രെയിനിൽ വന്ന് പോകാൻ തന്നെ ഞങ്ങൾക്ക് 2 ദിവസത്തെ സമയം വരും. അപ്പൊ ഇവിടെ 12-16 മണിക്കൂർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ട്രെയിൻ കിട്ടാതെ പോകുന്ന എത്രയോ സമയം അവസ്ഥകളും കൂടി ഗവൺമെന്റും ദേവസ്വം ബോർഡും ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ദർശന സൗകര്യവും അതേപോലെ ക്യൂ കമ്മിയായിട്ട് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ പറയുന്ന അഭിപ്രായങ്ങൾ എന്തായിരിക്കും? അല്ല, അതുമായിട്ട് എന്തെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനുള്ള അഭിപ്രായം പറയുന്നതായിരിക്കും. എന്തായിരിക്കും പ്രധാനമായിട്ടും അവിടുത്തെ ഈ മഹാരാഷ്ട്രയിലുള്ള തീർത്ഥാടകരെ കുറിച്ച് എന്താണ് പറയുന്നത്? മഹാരാഷ്ട്രയിലെ എല്ലാവരും അയ്യപ്പ വിശ്വാസികളാണ്. അയ്യപ്പന് വേണ്ടി എന്ത് കാര്യമുണ്ട് ആരുണ്ടെങ്കിലും അത് നമ്മൾ അതിന് പൂർണ്ണമായിട്ട് സഹകരിക്കും. പക്ഷെ നല്ല കാര്യത്തിനാണെങ്കിൽ നമ്മൾ സഹകരിക്കും. അത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിക്കും. അത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിക്കും. അതെ, വിജയിക്കും. ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. മലയാളി അസോസിയേഷന്റെ അല്ലേ? ഞാന് അവിടെ നായർ സർവീസ് സൊസൈറ്റി കളമ്പോലിയിലെ സെക്രട്ടറിയും കൂടിയാണ്. പിന്നെ അയ്യപ്പ സേവാ സമാജത്തിന്റെ മെമ്പറും കൂടിയാണ്. ലൈഫ് മെമ്പർഷിപ്പ്. ഇരിക്കുന്നവരൊക്കെ അവിടെ നിന്നുള്ളതാണോ? അത്തരത്തിലുള്ള ആളുകൾ നിലവിൽ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിനിധിയായിട്ട് വന്നതാണ്. എങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തെ എങ്ങനെ കാണും? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ശബരിമലയെ നാൾക്കുനാൾ പ്രശസ്തിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അച്ചൻകോവിൽ ഗവൺമെന്റും ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തി നല്ല വഴിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ശുഭകരമായി തീരട്ടെ. നാൾക്കുനാൾ ശബരിമലയുടെ പ്രശസ്തി ലോക ആകമാനം ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അച്ചൻകോവിൽ ക്ഷേത്രത്തിന് എത്ര പേര് പങ്കെടുത്തു?
അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ അവിടുത്തെ ക്ഷേത്രോപദേശ സമിതിയുടെ ഭാരവാഹികളും ഞാനും അതിനോടൊപ്പം അച്ചൻകോവിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് നിൽക്കുന്ന തെങ്കാശി യേശുസ് ഗുരുസ്വാമി നാടാരുടെ മകൻ ശ്രീ ഹരിഹരന്റെ നേതൃത്വത്തിലുള്ള ഏതാണ്ട് 36ഓളം സംഘങ്ങളുമാണ് ഇവിടെ എത്തിച്ചേർന്നത്. അത്തരത്തിൽ പല സ്ഥലങ്ങളിലുള്ള നമ്മുടെ സംസ്ഥാനത്തും അകത്തും പുറത്തും നിന്നുള്ള ആളുകൾ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. My name is Balaji from Tamil Nadu. എന്താ മലയാളി തമിഴ്നാട്ടിലാണ്? Tamil Nadu, yeah. Tamil Nadu. എത്ര പേര് വന്നു? 4 peoples. Four peoples. 4 പേര്. അവിടെ സംഘടന ഇരിക്കാം അയ്യപ്പ സംഘം. Our group is in Sangam. So we are celebrating it. ആഗോള അയ്യപ്പ സമരത്തെ എപ്പടി? Super. It is super. The arrangements have been made very nice. Actually, they are welcomed very well. We are from Tamil Nadu, Changalpet. I am from Bangalore. I am very happy that I have been selected. But at the same time, I am not happy with the arrangements. I have reached here on 18th. There was no room. When I requested Trivandrum Devaswam Board, they said it is not our duty. For 2 days we were staying in the platform. I came along with Malagapuram. There is no place for taking a bath. There is no place. All the rooms were booked. I pleaded. I am from Bangalore. They said, why you came on 19th? How can I come on 20th? I have to book a ticket. I have to reserve my ticket. According to the railway convenient only, I can travel here. When I came here on 18th night, I was shocked. I was forced to stay in the platform. Once you have invited me as a devotee, I am thankful to Ayyappa. But at the same time, you have to take care of me. I am 70. My wife is 65. Is it correct to make us to stay in the platform? Please register my this thing. Register my protest. They have to. If you invite a person, you have to give all convenience to them. I am prepared to pay for the room. Even then, the rooms are not available. I went to police station, police control room. They say it is not my duty. They say it's only Maramat people you go and contact. They say that we don't have any intimation. So we went from pillar to post for the past 2 days. Struggled a lot. It should not be like that. When you convene a meeting, you should take steps to give arrangements. Even if it is paid, I am prepared to pay the money. We literally stayed in the platform. Pardon, sir? I reported to the Devaswam Board officer. He said I can't take any step. I went to the police control room. Police control room say it is not in our hand. No reply. See, they, at least to the senior citizens, they should take care. Put all the 100 people in one room. I'll be happy. I don't want a single room. Put all the people in one room. Let it be dormitory. Something they have to provide. I am prepared to pay for all the things. Please. Thank you very much. അത്തരത്തില് ഒട്ടനവധി പ്രശ്നങ്ങൾ കൂടി തീർത്ഥാടകർ പങ്കുവെക്കുന്നുണ്ട്. സൗകര്യങ്ങളുടെ കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടും ആ വിഷയങ്ങളെല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്തതായി വരും. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുള്ള സ്വദേശത്തും വിദേശത്തും രാജ്യത്തിന് പുറത്ത് നിന്നുള്ള ആളുകൾ അയ്യപ്പ സംഗമത്തിന് എത്തിയിരിക്കുന്ന പ്രതിനിധികൾ അവർ പ്രത്യേക ചരിതാക്കളും അക്കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് വന്ന ആളുകളുമുണ്ട്. അതിലെ അയ്യപ്പന്മാരുടെ ചില പരാതികൾ കൂടി അവർ നേരിട്ട് പറയുന്നുണ്ട്. കാരണം അവരെ ക്ഷണിച്ചിട്ടും അവർ ഇവിടെ വന്നിട്ട് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതികൾ